നമ്മൾ ജിമ്മിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആണ്, ഗോൾ പോസ്റ്റ് ആണ്. വേൾഡ് കപ്പ് എടുക്കാണല്ലോ, അപ്പോൾ ഈ ബോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ തട്ടു, ഗോളാവുന്ന ആൾ വിന്നർ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ ജിയോസിന്റെ മാസ്റ്റർ പരിചയപ്പെടാം. ഇതാണ് നമ്മളെ ജിയോസിന്റെ മാസ്റ്റർ. അപ്പൊ എല്ലാവർക്കും വിജയികൾക്ക് കോഴിമുട്ട പുഴുങ്ങിയതുണ്ട്. എന്താ പറയല്ലേ? എന്താ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. അടിച്ചോ. ഫസ്റ്റ് ബോളിനെ ആള് ഗോൾ അടിച്ചുകൊണ്ട് ആൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ്. നമ്മളെ പുഴുങ്ങിയ മുട്ട. അടുത്ത ചലഞ്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ തോന്നിയപ്പോഴാണ് ജിമ്മിൽ വെച്ച് ചെയ്യാലോ എന്നുള്ള ആശയം തോന്നിയത്. ജിയോസിന്റെ ട്രെയിനറായ അരുണുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് കട്ട സപ്പോർട്ടായിരുന്നു തന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ആളുകൾ പങ്കെടുക്കാൻ വരുമെന്നതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര സംശയം. ചലഞ്ച് തുടങ്ങുന്ന സമയം ഇപ്പോൾ തന്നെ ജിമ്മിൽ കളിക്കുന്നവരും അല്ലാത്തവരുമായ ആളുകൾ കുറെ ഉണ്ടായിരുന്നു. വന്നവരെല്ലാവരും ഒരു മടിയും കൂടാതെ ചലഞ്ച് പങ്കെടുക്കുകയും ചെയ്ത് എല്ലാവരും നല്ല കട്ട സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു തന്നത്. വളരെ നല്ല ചലഞ്ച് ആയിരുന്നു. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. ചാലഞ്ച് സൂപ്പർ ആയിരുന്നു. ഇനി ഇങ്ങനെ ചലഞ്ച് ഒക്കെ വേണം കേട്ടോ. ചലഞ്ച് കിട്ടില്ലേ? എനിക്കൊരു മുട്ടയും കിട്ടി, ഞാൻ ഹാപ്പിയാണ്. ചലഞ്ച് അടിപൊളിയാണ്. ഇതുപോലത്തെ ചലഞ്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പൊ എല്ലാരും അടിപൊളി. നല്ലൊരു ചലഞ്ചാണ്. ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ഇനി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓരോ ആക്ടിവിറ്റിയിൽ ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ ചലഞ്ചൊക്കെ കഴിഞ്ഞ് അടിപൊളി എല്ലാവരും വന്നവരൊക്കെ അവരുടെ കളികളൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഹെൽത്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജിയോസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഒരേപോലെ ലേഡീസിന്റെ ട്രെയിനറൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ചലഞ്ചിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.